പ്രയാസമായിരിക്കും അല്ലേ? എന്താന്ന് വെച്ചാ ആള് തന്നെ ചെല്ലണമായിരിക്കും എന്തോ. വിളിച്ചു ചോദിച്ചെങ്കിൽ വിളിക്കായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്തായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ആരോടാണ് അമ്മേ? എന്നോടാ. ഇന്ന് ദോശ അമ്മേ, ദോശയും കടലക്കറി. പിന്നെ ചേട്ടന് ഞാൻ കുറച്ച് ബീഫ് എടുത്ത് വരട്ടി കൊടുത്ത് വിട്ടായിരുന്നു. അതിന്റെ കുറച്ച് ഗ്രേവിയൊക്കെ കൂട്ടി ഞാൻ കഴിച്ചു അങ്ങോട്ട്. ആഹാ. രാവിലെ സമയമില്ലല്ലോ, ഒരുപാടൊക്കെ ഇങ്ങനെ ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കാൻ സമയമില്ല. അപ്പം ഞാൻ കുറച്ച് ഉള്ളി എടുത്ത് അരിഞ്ഞിട്ട് കുറച്ച് എടുത്ത് ചേട്ടന് മാത്രം വരട്ടിയെടുത്തു. ഹായ് പാറു, വെൽക്കം ലൈവിലേക്ക് സ്വാഗതം. പാറു ഗുഡ് മോർണിംഗ്. സുഖമാണോ നിൽക്കുന്നത്? സുഖമായിട്ടിരിക്കുന്നു പാറു. ചായ കുടിച്ചോ നിൽക്കുന്നത്? ചായ കുടിച്ചു കേട്ടാ. വിളിച്ച മോള് ഓക്കെ അഭിജിത്ത് എന്ന് പറയുന്നുണ്ട്. പാറു ലൈക്ക് 34. താങ്ക് യു. എല്ലാവരും ലൈക്ക് അടിക്കണേ ഫ്രണ്ട്സ്, ലൈക്ക് അടിക്കണേ. അമ്മ ഹായ് പാറു എന്ന് വിളിക്കുന്നുണ്ട്. വിളിച്ച മോള് ഹായ് പാറു എന്ന് വിളിക്കുന്നുണ്ട്. അഭിജിത്ത് പാറു ചേച്ചി ഹായ് പറയുന്നുണ്ട്. പാറു പിടിച്ച ഹായ് ഒരു കൂട്ട് തരുമെന്ന് വിളിക്കുന്നുണ്ട്. അസിസിക്ക ഹായ് പാറു എന്ന് വിളിക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, പറ്റുന്ന ഫ്രണ്ട്സ് ഒക്കെ ഒന്ന് സൂപ്പർ ചാറ്റ്, മെമ്പർഷിപ്പ്, സൂപ്പർ സ്റ്റിക്കർ ഒക്കെ എടുക്കണേ, സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. വീഡിയോ റീച്ച് കുറവാണ് ഫ്രണ്ട്സ്, അതുകൊണ്ടാണ്. അസിസിക്ക ഹായ് പാറൂസ് എന്ന് വിളിക്കുന്നുണ്ട്. പാറു അഭിജിത്തിന് ഹായ് പറയുന്നുണ്ട്. പിടിച്ച മോള് സെഡ് ഹായ് പറയുന്നുണ്ട്. പാറു അസിസിക്ക ഹായ് പറയുന്നുണ്ട്. അസിസിക്ക പാറുവിനെ പാറു നീ ലൈക്ക് അടിച്ചോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടാ. പിടിച്ച മോള് ഉറപ്പായും പാറു എന്ന് പറയുന്നുണ്ട്. രാധിക ചേച്ചി ഹായ്. രാധിക ചേച്ചി എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷങ്ങൾ? അയ്യോ ചേച്ചിയുടെ ലൈവിൽ ഇന്നലെ ഞാൻ വന്നില്ല ചേച്ചി, ഇന്നെ ഒലക്കെ എടുത്ത് തരും. ചേച്ചി ഹായ് പറയുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ചേച്ചി 34. താങ്ക് യു ചേച്ചി, താങ്ക് യു. അമ്മ വന്നായിരുന്നോ ചേച്ചി ലൈവില്? അമ്മ 2 മണി കഴിയുമ്പോൾ ഒന്ന് നോക്കണം കേട്ടോ, ചേച്ചിയുടെ ലൈവ് ഉണ്ട് കേട്ടോ ആ സമയത്ത്. ഫിഡ്സ മോള് പാറു സബ് ചെയ്തെന്ന് പറയുന്നുണ്ട്. രാധിക ചേച്ചി ഹായ് ശ്രുതിന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ അനിമ പോയ. അയ്യോ അനിമയോട് ഞാനൊരു ഡൗട്ട് ചോദിച്ചായിരുന്നു. ആ ബാങ്കിന്റെ ആ കോഡ് എങ്ങനെ കിട്ടുമെന്ന്. സ്വിഫ്റ്റ് കോഡ് അത് ഏതെങ്കിലും ബാങ്കിൽ പോയാൽ മതിയോ അതോ നമ്മൾ അക്കൗണ്ട് എടുത്ത ബാങ്കിൽ തന്നെ പോകണം? ഏതെങ്കിലും ബാങ്കിൽ പോയാൽ മതിയായിരിക്കും അല്ലേ? മോൻ എങ്ങനെയുണ്ട് ശ്രുതി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ രാധിക ചേച്ചി. അസിസിക ഹായ് മുത്തേന്ന് വിളിക്കുന്നുണ്ട്. പാറു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് വിളിച്ചമ്മോള്. പാറു വിളിച്ച ഓക്കേ എന്ന് പറയുന്നുണ്ട്. വിളിച്ച കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. കണ്ണ് നീറിയിട്ടാണെങ്കിൽ തലവേദന എടുക്കണം ഈ ഉള്ളി പൊളിച്ചിട്ട്. ഉള്ളി പൊളിക്കുമ്പോൾ എനിക്ക് തലവേദന എടുക്കും, അതാണ് എനിക്ക്. രാധിക ചേച്ചി ഷാമിലി വന്നില്ലെങ്കിലും കറക്റ്റായിട്ട് അമ്മ അതേ ചേച്ചി. കണ്ട, അതാണ് ചേച്ചി അമ്മ കുറേ സ്ഥലങ്ങളിൽ ഇതുപോലെ പോകുന്നുണ്ട് കേട്ടോ. ഞാനെവിടെയെങ്കിലും വായി നോക്കി നടക്കും, അമ്മ കറക്റ്റായിട്ട് ഓർഡറിലും വയ്ക്കുള്ളൂ. പാറു കുറവുണ്ട് രാധിക ചേച്ചി ഇത് പറയുന്നുണ്ട്. കരള് ഉണക്കാനിട്ടത് ഇടക്കൊന്ന് തന്നില്ല. അത് അവന് നമുക്ക് ബൈ സ്റ്റാൻഡറായിട്ട് വെക്കാം കേട്ടോ. ആ വന്നവനെ അവൻ നന്നായിട്ട് ഉണക്കി ചീലോണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ട് അവൻ ഉണക്കിത്തരും. അമ്മ ഹായ് ലാലിനെ വിളിക്കുന്നുണ്ട്. രാധിക ചേച്ചി ഹായ്. അവൻ്റെ പേരെത്തായിരുന്നു ചേട്ടാ. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമുക്ക് ഈ ഏതെങ്കിലും ഒരു നെഗറ്റീവ് കമൻറ്റ് വരുമ്പോൾ അത്യാവശ്യം ഒരുമാതിരിപ്പെട്ട നെഗറ്റീവ് ഫണ്ണി ആയിട്ടുള്ള എന്തെങ്കിലും നെഗറ്റീവ് കമൻറ്റ് ആണെങ്കിൽ, ഒരുപാട് വൾഗറല്ല, അത് നേരെ അപ്പോൾ ഹൈലൈറ്റ് കൊടുക്കണം. മിന്നിപ്പോകും ഫ്രണ്ട്സ്. ഞാൻ ഐഡിയ ഒക്കെ പറഞ്ഞുതരാം കേട്ടോ. എൻ്റെ ലൈവിൽ അങ്ങനെ കുറവാണ് വരുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. ആരെങ്കിലും ചെറിയമാരെ നല്ല നല്ല കമൻറ്റുകളൊക്കെ ഇടൂ, ഞാൻ ഹൈലൈറ്റ് ഇടട്ടെ. കരള് പാറൂസേന്ന് വിളിക്കുന്നുണ്ട്. പിടിച്ച മോള് സെഡ് കൈ പറയുന്നുണ്ട്. അമ്മ പാസ്ബുക്കിലുണ്ടോ എന്ന്? അതിലൊന്നും ഇല്ലമ്മേ, ഇത് ബാങ്ക്. അത് നോക്കണം. പാസ്ബുക്കിലുള്ള സ്വിഫ്റ്റ് കോഡ് അതല്ല വേറെ എന്തോ ഒരു സാധനമാണത്. രാധിക ചേച്ചി ഹായ് ആസീസ് എന്ന് വിളിക്കുന്നുണ്ട്. അഭിജിത്ത് ചിരിക്കുന്നുണ്ട്. രാധിക ചേച്ചി ഹായ് സിയാർ എന്ന് വിളിക്കുന്നുണ്ട്. കരട് ഹായ് പറയുന്നുണ്ട്. പിടിച്ച മോള് പാറുവിന് ഹാർട്ട് കൊടുക്കുന്നത്. വന്നാലവൻ എൻ്റെ ദൈവം. എന്നാലും കോമഡി എന്ന് പറയുമ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഈശ്വര, ഇതിനേക്കാളും വരാതിരിക്കുന്നതായിരുന്നു നല്ലത്. രാധിക ചേച്ചി ഹായ് അമ്മയെന്ന് വിളിക്കുന്നുണ്ട്. എനിക്ക് നല്ല സൗകര്യം ഇല്ല ഹൈലൈറ്റ് ഇടാൻ. ഹായ് ജേണി ചേച്ചി, വെൽക്കം ലൈവിലേക്ക് സ്വാഗതം കേട്ടോ. ലൈക്ക് അടിച്ചെന്ന് പറയുന്നുണ്ട്. താങ്ക് യു ചേച്ചി. പെരുസ മോള് കഴിച്ചു പാറു എന്ന് പറയുന്നുണ്ടേ. രാധിക ചേച്ചി അമ്മ നല്ല സപ്പോർട്ടാന്ന് പറയുന്നുണ്ട്. അതെ ചേച്ചി, അമ്മ സപ്പോർട്ടാണ് കേട്ടോ. പാറു ഇന്ദിരമ്മ ഹായ് പറയുന്നുണ്ട്. ഒരിടക്ക് വരാതിരുന്ന അമ്മയ്ക്ക് പിന്നെ ഇങ്ങനെ ഫോൺ ഒരുപാട് ഉപയോഗിച്ച് കൈയൊക്കെ വേദന വന്നു കേട്ടോ, അതുകൊണ്ടാണ് കേട്ടോ. ജേണി കുമാരി എന്ന് വിളിക്കുന്നുണ്ട്. ചേച്ചി വെൽക്കം ലൈവിലേക്ക് സ്വാഗതം. ശ്രുതി ഹോസ്പിറ്റലിലാണോ മോളെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ രാധിക ചേച്ചി. ഉദയകുമാർ ഏട്ടൻ അനിയത്തി നമസ്കാരം ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നുണ്ട്. ഉദയകുമാർ ചേട്ടാ വെൽക്കം നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം കേട്ടോ. ഹാപ്പി സൺഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാനായിട്ടൊക്കെ ഭയങ്കര കടിയുള്ളവരൊക്കെ വന്ന് ഇവിടെ മെസ്സേജ് ഇടുന്നുണ്ട്. ഉദയകുമാർ ചേട്ടാ ലൈക്ക് ഇടും. താങ്ക് യു ചേട്ടാ. ഇത് കണ്ട അഭിജിത്ത് ചിരിക്കുന്നുണ്ട്. ഹിബ ഹായ് പറയുന്നുണ്ട്. ആ ചൊറിഞ്ഞിന് എടുത്ത് അങ്ങോട്ട് നല്ലപോലെ അങ്ങ് ദേഹാസെല്ലാം അങ്ങോട്ട് തേക്കുക. അപ്പോഴത്തേക്ക് ഈ കമന്റ് ഇടുന്ന പ്രശ്നം മാറി കിട്ടും കേട്ടോ. നല്ലൊരു മെഡിസിനാണ്, നല്ലൊരു മെഡിസിനൽ പ്ലാന്റ് ആണ് ചൊറിഞ്ഞണം. അത് നിങ്ങൾക്ക് വളരെ നല്ലൊരു